ബി.ജെ.പിയും ബി.ജെ.പി നയിക്കുന്ന എൻ.ഡി.എ മുന്നണിയുമൊക്കെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും കാര്യമായ ഒരു പ്രതിഷേധത്തിന് ഒരുങ്ങിയിട്ടില്ല എന്നൊരു വിലയിരുത്തലാണ് കേന്ദ്ര നേതൃത്വം. അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ.ഡി.എ നേതാക്കന്മാരുടെ ഒരു യോഗം ചേർന്നിരുന്നു. ആദ്യ പടി എന്ന നിലയിൽ കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാരിന്റെ അഴിമതികൾക്കെതിരെ ഒരു പരസ്യമായ ഒരു പോരാട്ടത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു. അതിന്റെ ഭാഗമായി കർണാടകയിലെ ബാംഗ്ലൂരിൽ നിന്നും മൈസൂരിലേക്ക് ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന എൻ.ഡി.എയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് ആദ്യമായിട്ടാണ് എൻ.ഡി.എ മുന്നണിയായിട്ട് ഇത്രയും വലിയ ഒരു പദയാത്രയ്ക്ക് രംഗത്തെത്തുന്നത്. ദേശീയ നേതാക്കളെല്ലാം പങ്കെടുക്കുന്ന ഒരു പദയാത്രയാണ്. വലിയ പ്രതിഷേധത്തിലാണ്. ജാർഖണ്ഡിൽ പ്രതിഷേധങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ തുടങ്ങിയിരുന്നു. അതിൽ ബി.ജെ.പി ഇതര സർക്കാരുകൾ ഭരിക്കുന്നിടത്ത് അഴിമതികൾ പോലും ചൂണ്ടിക്കാണിക്കാൻ ബി.ജെ.പിക്കോ സഖ്യകക്ഷികൾക്കോ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ നിന്നും മാറി ഒരു പ്രതിഷേധ മോഡിലേക്ക് മാറാനുള്ള ഒരു തീരുമാനമാണ് ബി.ജെ.പിക്കുള്ളത്. ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് കർണാടകയിൽ ഒരു പ്രതിഷേധത്തിന്റെ ഒരു വലിയ വേലിയേറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് ഈ പദയാത്ര നടക്കുന്നത്. ജാർഖണ്ഡിൽ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പേര് നീക്കം ചെയ്തതിനെതിരെ, അനധികൃത കുടിയേറ്റത്തിനെതിരെയും ABVP ഉൾപ്പെടെ പ്രതിഷേധത്തിലാണ്. അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും ഏറ്റവും പുതിയ വാർത്ത വരുന്ന അവിടെ കൊല്ലപ്പെട്ട ബി.ജെ.പി പ്രവർത്തകന്റെ ആ ഒരു വലിയ പ്രതിഷേധം തുടങ്ങുന്നു. ഒപ്പം തന്നെ അണ്ണാമലൈ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി തമിഴ്നാടിന്റെ ക്രമസമാധാനം തകർന്നിരിക്കുന്നു, നേതാക്കന്മാർ അടക്കം കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം. അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ ബി.ജെ.പി പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കർണാടകയിലെ വമ്പൻ പദയാത്ര. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ.